NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയുടെ ഈ വർഷത്തെ കട്ട് ഓഫ് എത്രയായിരിക്കും? അപ്പോൾ നമ്മുടെ NTPC പരീക്ഷ അവസാനിപ്പിച്ചത് മുതൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, എത്രയായിരിക്കും ഈ വർഷം വരാനിരിക്കുന്ന കട്ട് ഓഫ്? അപ്പോൾ പലർക്കും പല പല ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇന്ന സബ്ജക്റ്റ് ടഫ് ആയിരുന്നു, ഇന്ന കാര്യത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാറി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന പാറ്റേൺ മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് 100 ചോദ്യങ്ങളും അതുപോലെ തന്നെ 100 സംശയങ്ങളും, ഇതൊന്നും പോരാത്തതിന് 100ഓളം ഉത്തരങ്ങളും അവരുടെ നിഗമനങ്ങളുമാണ് ഉള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഈ വർഷം വരാനിരിക്കുന്ന NTPC കട്ട് ഓഫ് നിർണ്ണയിക്കാൻ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എത്രയായിരിക്കുമെന്നും ഏകദേശം എത്രയൊക്കെയാണ് നമുക്ക് കട്ട് ഓഫ് വരാനായിട്ട് പോകുന്നതെന്നും. ഇവിടെ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം 5810 വേക്കൻസീസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിന് ആപ്ലിക്കേഷന്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെയും അതിന് മുന്നത്തെ വർഷത്തിലേക്ക് ആപ്ലിക്കേഷന്റെ ഒരു എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഈ ഒരു വർഷം എത്രയുണ്ട്, ഒരു 50 ലക്ഷത്തിന് മുകളിലെങ്കിലും മിനിമം ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ഡി ഒക്കെ ആണെങ്കിൽ ഒരു 1 crore മുകളിൽ പോകും, NTPC ഒക്കെ ആണെങ്കിൽ ഒരു 50 ലക്ഷത്തിന് മുകളിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യപ്പെടും. ഇനി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിൽ നിന്ന് തന്നെ അറ്റൻഡൻസ് ഓൺ ആൻ ആവറേജ് സാധാരണ വരാറുള്ളത് ഒരു 50 to 60% ആണ്. അപ്പോൾ നമ്മളൊരു 60%ഓളം അറ്റൻഡൻസും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുകയുള്ളൂ. ഇനി കട്ട് ഓഫിലേക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മാനദണ്ഡം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഓരോ സബ്ജക്റ്റും ഓരോ ഷിഫ്റ്റിലും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മാത്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാത്സ് അത്യാവശ്യം പറയാനായിട്ടാണെങ്കിൽ കാൽക്കുലേറ്റീവ് ആയിരുന്നു. ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഈസി ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടില്ല. ഈസി ഷിഫ്റ്റ് എന്നൊരു സംഭവം ഈ ഒരു NTPC പരീക്ഷയ്ക്ക് കാര്യമായ രീതിയിൽ എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത്യാവശ്യം മോഡറേറ്റ് ആയിരുന്നു. പക്ഷേ എൻ്റെ ഒരു തോന്നിയിട്ടുള്ളത് മോഡറേറ്റ് പ്ലസ്, അതായത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് അല്ലായിരുന്നു, പക്ഷേ മോഡറേറ്റിലും ഒരു പടി മുകളിലായിരുന്നു മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. റീസണിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാലും അഗെയിൻ സെയിം പരിപാടി തന്നെയാണ്. മോഡറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ള ഒരു മോഡറേറ്റ് പ്ലസ് തന്നെയായിരുന്നു റീസണിങ്ങിന്റെ ലെവലും ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളുടെ എന്താ പറയുക റാങ്കിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അവരവരുടെ പാറ്റേണിൽ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. നോർമൽ രീതിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഒന്ന് കറക്കി, അതുപോലെ തന്നെ കുറച്ചും കൂടി എന്താ പറയുക നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യണം. സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു PYQ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലല്ലാതെ കുറച്ചും കൂടി ഒരു പടിക്ക് കയറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈസി എന്നല്ല, നമുക്ക് മോഡറേറ്റ് ഒന്നും അല്ല, മോഡറേറ്റ് പ്ലസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ റീസണിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാലും. ഇനി GK നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കറണ്ട് അഫയറിൽ നിന്നൊരു 8 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പൊളിറ്റി ഉണ്ടായിരുന്നു, ഹിസ്റ്ററി ഉണ്ടായിരുന്നു. അത്യാവശ്യം പല രീതിക്ക് കറണ്ട് അഫയർ പഠിച്ചവരെല്ലാവരും നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാത്സ് റീസണിങ്ങിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാളിപ്പോയിട്ടുണ്ടെങ്കിലും ചിലർ അത് GKയിൽ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പല രീതിക്കാണ് കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലർ മാത്സ് റീസണിങ് അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്തവരുണ്ട്, പക്ഷേ GKക്ക് ഒരു പൊട്ടിക്ക് താഴോട്ട് പോകുന്നവരുണ്ട്. ചിലർ മറ്റ് 2 സബ്ജക്റ്റുകൾക്ക് മാത്സ് റീസണിങ്ങിനും ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും GK അതനുസരിച്ച് ബാലൻസ് ചെയ്ത് പോയവരുണ്ട്. അപ്പോൾ പല രീതിക്ക് പെർഫോം ചെയ്ത് പോയവരുണ്ട്. എനിവേ നമുക്ക് എല്ലാവരുടെയും ഇപ്പോൾ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. എന്നാലും നിലവിൽ എക്സാം എഴുതിയുള്ള നമ്മുടെ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെയും സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ അധ്യാപകരിൽ നിന്ന് നമ്മൾ ഒപ്പീനിയൻസ് സ്വീകരിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ നിന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് മാത്സ് റീസണിങ് GK ആയിട്ട് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നത്. ഇനി അറ്റംപ്റ്റ് ചെയ്തവരുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര അറ്റംപ്റ്റ് ഓരോരുത്തരും കൊടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ മിനിമം ആൻ ആവറേജ് 70 to 80 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം അറ്റംപ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 70 to 80 ആണ് ആവറേജ് ആയിട്ട് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് പഠിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഓൺ ആൻ ആവറേജ് 70 to 80 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 80+ എങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് 80+ മിനിമം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ 85 ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിക്ക് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ നമുക്കൊരു എന്താ പറയുക സേഫ് സോണിലേക്ക് നല്ല കട്ട് ഓഫ് രീതിയിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സോ ഒരു 85+ ഒക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൾ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും. 85+ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് അതനുസരിച്ചുള്ള രീതിയിലേക്കായിരിക്കും നമുക്ക് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കയറി വരാനുള്ളത്. ഇനി എങ്ങനെയാണ് ഈ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെടുന്നത്? നമുക്കറിയാം മാർക്കിന്റെ നോർമലൈസേഷൻ ഉണ്ട്. ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ പോയതിനു ശേഷം മാത്രമേ ഈ ഒരു കട്ട് ഓഫ് എന്ന് പറഞ്ഞ സാധനം നിർണ്ണയിക്കപ്പെടുള്ളൂ. ഇപ്പൊ ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും നമ്മളോട് ചോദിക്കുകയാണ്, സർ കട്ട് ഓഫ് എത്രയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോയിൽ ഇന്ന കട്ട് ഓഫ് പറഞ്ഞു എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാനും നിൽക്കണ്ട, അതല്ലെങ്കിൽ സന്തോഷിക്കാനും നിൽക്കണ്ട, രണ്ടിനും നിൽക്കണ്ട. നമുക്കൊരിക്കലും ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് പറയാനായിട്ട് പറ്റില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഓരോ ഷിഫ്റ്റിന്റെയും ഡിഫിക്കൽട്ടി ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നോർമലൈസേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോർമലൈസേഷൻ എന്താണെന്നുള്ളതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മനസ്സിലാവും.
ഈ ഒരു ഫോർമുലയിലൊക്കെ ഇട്ട് ഒരുപാട് ഷിഫ്റ്റുകളുടെ അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ഇനി അതൊക്കെ പോട്ടെ, നമുക്കൊരു പ്രോപ്പർ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ തന്നെ മിനിമം നമ്മളുടെ എന്ത് വരണം, ആൻസർ കീ എങ്കിലും പ്രോപ്പർ ആയിട്ട് ഔട്ട് ആയിരിക്കണം. ഓക്കെ, ആൻസർ കീ എങ്കിലും ഔട്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുള്ളൂ, ഇത്ര രീതിക്ക് ഇത്ര റേഞ്ചിലെ ഒരു കട്ട് ഓഫ് വരുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആൻസർ കീ പോലും പുറത്ത് വന്നിട്ടില്ല, ജസ്റ്റ് നമ്മളുടെ എക്സാമിനേഷൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ ഒരു മനസമാധാനത്തിന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് ഒരു റേഞ്ച് പറയാനായിട്ട് പറ്റും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആയിരിക്കില്ല ഈ വർഷം ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ നോക്കുക, വേക്കൻസിയുടെ എണ്ണം നോക്കുക. ചെന്നൈ ഇപ്പൊ ഇപ്രാവശ്യം ജസ്റ്റ് ചെന്നൈ ഒന്ന് കൺസിഡർ ചെയ്യുക. ചെന്നൈയിൽ കഴിഞ്ഞ വർഷം ചോദിച്ച NTPC വേക്കൻസിയേക്കാളും 4/1 വേക്കൻസി മാത്രമേ ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ കട്ട് ഓഫ് കൂടും. കാരണം ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ വലിയ കുറവൊന്നും വരാനുള്ള സാധ്യതയില്ല. പക്ഷേ എന്താണ്, വേക്കൻസി കുറയുന്നതുകൊണ്ട് അതിന്റെ കട്ട് ഓഫ് കൂടും. ചില സോണിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്താണ്, അതനുസരിച്ചുള്ള അതിന്റെ കട്ട് ഓഫ് കുറയും. അപ്പോൾ പല ഫാക്ടേഴ്സ് ഇതിൽ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു സേഫ് കട്ട് ഓഫ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു സേഫ് കട്ട് ഓഫ് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 70 to 75 ഒക്കെ നിങ്ങൾക്ക് റോ മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത സ്കോറാണ്. OBC ആണെങ്കിൽ ഒരു 70+ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. EWS ആണെങ്കിൽ ഒരു 68+ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോറാണ്. SC/ST ഒക്കെ ആണെങ്കിൽ ഒരു 65+, 60+ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്കോർ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഏകദേശം ആ ഒരു റേഞ്ചിലായിരിക്കും എന്ത് വരാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ കട്ട് ഓഫ് വരാൻ പോകുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരിക്കലും നമുക്കൊരു കട്ട് ഓഫിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടില്ല. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളുടെ ഒരു RRBയുടെ NTPC തേജസ് ബാച്ച് റണ്ണിംഗ് ആണ്. മോക്ക് ടെസ്റ്റുകൾ അടക്കം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ക്ലാസ്സുകളും പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നോട്ടുകളും ഉള്ള ഒരു തേജസ് ബാച്ചാണിത്. 1 ഇയറോളം കോഴ്സിന് വാലിഡിറ്റി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഈ വർഷം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ NTPCക്കും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം ഈ കൂട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. സോ ആരും ഈ ഒരു ഗ്രാജുവേറ്റ് ലെവൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള കോൺഫിഡൻസോട് കൂടി ഇരിക്കരുത്. നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ കൂടി ഒന്ന് എഴുതി വെച്ചോ, നല്ല രീതിക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചോ. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റിനെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റിന്റെ മോക്ക് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കുക. ഇനി അതല്ല, എനിക്ക് പ്രോപ്പറായിട്ട് ഗ്രാജുവേറ്റിന് പഠിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു മാസത്തിലധികം നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പോയി പെർഫോം ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് വരാനിരിക്കുന്ന NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകളൊക്കെ ഉണ്ട്. അതിനും ഇതേ രീതിയിൽ നമ്മുടെ ഒരു തേജസ് ബാച്ച് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ RRBയുടെ ഒരേ ക്വസ്റ്റ്യൻ ബോർഡിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഗ്രൂപ്പ് ഡി പോലുള്ള പരീക്ഷകളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. സോ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായ രീതിയിലും വ്യക്തമായ രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ് ആരും ഡിസപ്പോയിന്റഡ് ആയിട്ട് ഇരിക്കരുത്. നമ്മൾ ആ ഒരു കോൺഫിഡൻസും ആ ഒരു ഫയറും അതുപോലെ തന്നെ നിലനിർത്തുക, പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും വെച്ചോ. ഈ നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ തന്നെ RRB പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്, താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഇനി തേജസ് ബാച്ചിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്, നോട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണോ, നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ട്രയൽ ക്ലാസ്സും ട്രയൽ നോട്ടുകളൊക്കെ കാണും. അതൊന്ന് വായിക്കുക, ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക. എന്നിട്ട് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ബാച്ച് ചൂസ് ചെയ്താൽ മതി. അപ്പൊ മക്കളെ, കട്ട് ഓഫ് ഓർത്ത് ആരും ഇപ്പോൾ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആവുക, അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളുക. കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.